ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഉള്ളത് ചേട്ടൻ്റെ കടയിലാണ്. ചേട്ടൻ്റെ കടയിൽ പേര് എന്താണ്? ജാബർ മുഹമ്മദ് യൂസുഫ് സറൂർ. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് രവി. രവി ഫ്രം തമിഴ്നാട്. അതായത് ഫിഷിംഗ് എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പാണ്. ഫിഷിംഗ് റോഡ്, അതേപോലെ തന്നെ സൂക്കോ ആക്കിഫുള്ള ഒരു ഷോപ്പാണ്. സൂക്കോ ആക്കിഫിൽ ഷോപ്പ് നമ്പർ എത്രയാണ് വരുന്നത്? 180. ഓക്കെ. ഫിഷിങ്ങിനുള്ള എല്ലാ ഐറ്റംസാണ് ഈ ഒരു കടയിലുള്ളത്. സോ ഞാൻ വന്നേക്കുന്നത് ഒരു നെറ്റ് എടുക്കാണ്. അതായത് ഈ ഒരു വലയാണ് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫിഷിംഗ് ലൈനും ഞാൻ എടുത്തിട്ടുണ്ട്. സൈസ് വരുന്നത് 70. പല ബ്രാൻഡുകളുടെയും ഉണ്ട്. ഇവരുടെ തന്നെ സ്വന്തം ബ്രാൻഡും ഉണ്ട്. ഒരുപാട് ബ്രാൻഡുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഈ ഒരു ഐറ്റമാണ്. റിംഗഡ് ചിന്നു NS ബ്ലാക്ക് നമ്പർ 3 അല്ലേ ഇത്? അപ്പോൾ ഈ ഒരു സാധനമാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഫിഷിംഗ് റോഡുകളും ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ബെയ്റ്റുകൾ, അതായത് ആർട്ടിഫിഷ്യൽ ബെയ്റ്റുകൾ, ഇത് നമ്മളെ കൂന്തൽ പോലത്തെ ബെയ്റ്റ്, ഇതൊക്കെ ഫിഷിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള സെൻറ്റും ഇതിനൊപ്പം ഉണ്ടാവും. അത് പല ബ്രാൻഡുകളുണ്ട്, പല ഇൻ്റർനാഷണൽ ബ്രാൻഡുകളും ഉണ്ട്. മെയിനായിട്ട് ചൈനീസ് ബ്രാൻഡാണല്ലോ ഇവിടെ ഉള്ളത്. അതെ ചൈനീസ് ബ്രാൻഡ്. പിന്നെ നെറ്റുകൾ, ഞാൻ എടുത്ത നെറ്റാണിത്. ലൈഫ് ജാക്കറ്റ് ഉണ്ട്. ഹുക്ക്, അത് നമ്മൾ വളരെ വലിയ മീനുകളെ പിടിക്കാനുള്ള ഹുക്കാണത്. അതേപോലെ ഫിഷിംഗ് ലൈനുകൾ, വീണ്ടും അത് വലിയ ഒരു ബോട്ടിലൊക്കെ ഫിഷിങ്ങിന് പോകുന്ന ആൾക്കാർക്ക് ലൈഫ് ജാക്കറ്റ് ഉണ്ട്. പിന്നെ ഇത് നെറ്റിൽ അറ്റാച്ച് ചെയ്യുന്ന സംഭവങ്ങൾ. അങ്ങനെ അത്യാവശ്യം ഒരു ഫിഷിങ്ങിന് വേണ്ട എല്ലാ സംഭവങ്ങളും ഈ ഒരു കടയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതിന് ഇവിടെയുള്ള മറ്റ് സാധനമാണ് സ്നോർക്കലുണ്ട്, അതേപോലെ ഡൈവിങ് ഷൂസ് ഉണ്ട്, അതേപോലെ തന്നെ തണുപ്പത്ത് ഇടാനുള്ള ഡ്രസ്സ്, അതിൻ്റെ എന്താ പേരറിയില്ല, ഒരു കോട്ടാന്ന് തോന്നുന്നത്. അതേപോലെ ഒരുപാട് തുന്നാനുള്ള, അതായത് വല തുന്നാനുള്ള സംഭവങ്ങൾ, ഫിഷിംഗ് നെറ്റ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. സോ ഫൈനലി ഞാൻ മേടിച്ച സാധനങ്ങളാണ് ഇത്. മൊത്തം എനിക്ക് അറൗണ്ട് 40 റിയാൽസാണ് എനിക്ക് വന്നത്. വെയിറ്റ് ഒരുപാട് ടൈപ്പ് വെയിറ്റ് ഉണ്ട്. അതിൽ അത്യാവശ്യം നമുക്ക് കടലിൽ നിന്ന് ചെറിയ മീനുകൾക്കുള്ള സംഭവങ്ങളാണിത്. കഴിക്കുന്നത് ചീസ് ചിപ്സാണ്. ചിപ്സ് ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞു. ഫിഷിംഗ് ഐറ്റംസ് മേടിച്ചു. അതേപോലെ തന്നെ കുറച്ച് ക്യാമ്പിംഗ് ഗിയറും കൂടി മേടിച്ചു. അത് ഗ്യാസ്, പോർട്ടബിൾ ഗ്യാസും കാര്യങ്ങളൊക്കെ. ഇത് കഹവ കേട്ടോ, അറേബ്യൻ കോഫിയാണിത്. ഇതിനാണ് കഹവ എന്ന് പറയും. അങ്ങനെ ഗൈസ് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. തിരിച്ച് പാർക്കിങ്ങിലേക്ക് പോവാണ്. ഇതാണ് ടണൽ. ഇതിൻ്റെ രണ്ട് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഖത്തറിൻ്റെ ഹിസ്റ്ററിയാണ് കാണുന്നത്. ഈ രണ്ട് സൈഡിലും കോട്ടകളും അതേപോലുള്ള പഴയ ദോഹയുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ്. അത് ടൈൽസിൽ പ്രിൻ്റ് ചെയ്തതാണ്. നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ മേടിച്ചു കഴിഞ്ഞു. അവിടെ ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ നിന്ന് അധികം ഒന്നും വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. വീക്ക് ഡേ ആയിട്ട് പോലും ഇന്ന് തിരക്കാണ്. അപ്പോൾ വീക്കെൻഡ് ആകുമ്പോൾ അറിയാലോ, ഇവിടെ കാല് കുത്താൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താ പറയുക, ഫിഷിംഗ് റോഡ് മേടിച്ച് കട കിടക്കാൻ ഭയങ്കര തിരക്കാണ്. സോ ഇനി അടുത്ത നമ്മൾ പോകുന്നത് നേരെ ബീച്ചിലേക്കാണ്. അവിടുന്ന് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് മൊത്തം ടെൻറ്റും സെറ്റും കംപ്ലീറ്റ് ഇവിടെ ഉണ്ട്.
അപ്പോൾ രണ്ടാമതായിട്ട് നമുക്ക് കിട്ടിയത് ഞണ്ട് കേട്ടോ. നല്ല അടിപൊളി സൈസ് ഞണ്ട്, അടിപൊളി സാധനമാണ്. ഇതിനിപ്പം നമ്മൾ അധികം വൈകാണ്ട് ഫ്രഷ് ആയിട്ട് തന്നെ തിന്നുമായിരിക്കും. കാക്ക, പരുന്ത്, കൊക്ക്, അങ്ങനെ പല പക്ഷികളും ഇവിടെ കാണാൻ സാധിക്കും നമുക്ക്. ഒന്നും പറയാനില്ല, ബ്യൂട്ടിഫുൾ, അടിപൊളി ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഇവിടെ. മൊത്തം പച്ചപ്പാണ്, കണ്ടൽക്കാടാണ്. രാത്രി ഈ ഒരു ഏരിയ കംപ്ലീറ്റ് എന്താ പറയുക, ഡ്രൈ ആയിരുന്നു, അതായത് തീരെ വെള്ളമില്ലായിരുന്നു. പക്ഷേ രാവിലെ വന്നപ്പോഴേക്കും കണ്ട ഇവിടം വരെ വെള്ളമെത്തി. കടൽ കണ്ട അങ്ങ് ദൂരെയാണ് കടലുള്ളത്. പക്ഷേ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ശരിക്കും പറഞ്ഞാൽ വെള്ളം കയറുന്നതാണ്. എല്ലായ്പ്പോഴും ഇല്ല, ഇതുവരെയൊക്കെ അത്യാവശ്യം വെള്ളം കയറും. പിന്നെ ഇടയ്ക്കെല്ലാം ഈ ഒരു ഏരിയയും വെള്ളത്തിലാവും. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഈ ഏരിയ കംപ്ലീറ്റ് വെള്ളത്തിലാവും. അടിപൊളി ലാൻഡ്സ്കേപ്പാണ് ഇവിടുത്തെ. ഫോട്ടോഗ്രാഫിക്കെല്ലാം താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ്. ബേർഡ് വാച്ചേഴ്സ് അവർക്കെല്ലാം അടിപൊളി ഒരു ലൊക്കേഷനാണിത്. ഒരുപാട് തരം പക്ഷികളൊക്കെ ഇവിടെ കാണാൻ പറ്റും. കാക്ക ഉൾപ്പെടെയുള്ള പക്ഷികളെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഖത്തറിൽ മാൻഗ്രോവ്സ്, അതായത് കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ലൊക്കേഷനാണ് ഈ അൽഖോർ ഏരിയ.
കാര്യം ഞാൻ കണ്ട്. ഇവിടെ കണ്ടോ ടോയ്ലറ്റും അതേപോലെ ബാത്ടബും. ഇവിടെ എന്തോ പണ്ടെന്തൊക്കെയോ സംഭവം ഉണ്ടായിരുന്നു, തെളിവാണത്. ഇതണ്ട വേസ്റ്റ് ബിന്നാണ്. ഇവിടെ ഇത്രയും വലിയൊരു വേസ്റ്റ് ബിൻ ഉണ്ടായിട്ടും ഇതിൽ വേസ്റ്റ് ഇടാതെ ആൾക്കാരുണ്ട. വെള്ളത്തിലൊക്കെയാണ് വേസ്റ്റ് ഇടുന്നത്. അതെല്ലാം കണ്ടില്ല, പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ, പ്ലാസ്റ്റിക് കവർ. ഇവിടെ വലത്തിയെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടുന്ന് പോവാണ്. പോകും മുന്നേ നമ്മളുടെ ഏരിയ മൊത്തം ക്ലീൻ ആക്കി. കണ്ടോ, കംപ്ലീറ്റ് നമ്മളുടെ ഏരിയ നമ്മൾ ക്ലീൻ ആക്കി. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിലെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു ലൊക്കേഷൻ അധികം ഞാൻ ചുറ്റി കാണിക്കാത്തത്. ഇവിടെ വന്ന ഉപ്പിട്ടത് പോലെ ഉപ്പാടി റെക്കോർഡിംഗാ? recording 4 2.7K 60 ബ്ലൂപ്സ്.